ഒറ്റയ്ക്ക് സാധനം മേടിക്കാൻ എൻ്റെ വ്ളോഗാ. നല്ല കാര്യം. ഇനി എല്ലാ ദിവസവും ഒറ്റയ്ക്ക് വിടാം കേട്ടോ. അപ്പോൾ എല്ലാ ദിവസവും വ്ളോഗ് ചെയ്യാലോ. ഒരു വീക്കിലി ഗ്രോസറി പർച്ചേസിന് പോയാലോ? ഇന്ന് പോകുന്നത് സഫാരിയിലേക്കാണ് കേട്ടോ. ഒറ്റക്കായതുകൊണ്ട് തന്നെ എനിക്ക് വീഡിയോ എടുക്കാൻ ചെറിയ ചമ്മലൊക്കെ ഉണ്ടായിരുന്നു. എന്നാലും ഞാൻ അഡ്ജസ്റ്റ് ചെയ്തു. ആൻഡ് എല്ലാ വീക്കിലും ഞാൻ ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രമിക്കുന്നതാണ് അവക്കാഡോ. നല്ല ടേസ്റ്റിയാണ്, ഹെൽത്തിയും. നല്ല പഴുത്ത പ്ലംസ് ഉണ്ടായി, അപ്പോൾ അതും കുറച്ചെടുത്തു. പിന്നെ ഒരു മിറർ കണ്ടാൽ നമുക്ക് ഫോട്ടോ എടുക്കാണ്ടിരിക്കാൻ പറ്റുമോ? ഇല്ല. ആൻഡ് ഈ വീക്കിലെ പച്ചക്കറിയിൽ ഞാൻ നമ്മുടെ നാട്ടിലെ കാമ്പ് കൂമ്പൊക്കെ ഉൾപ്പെടുത്താൻ ശ്രമിച്ചിട്ടുണ്ട്. ഉണ്ടാക്കുമെന്ന് അറിയില്ല. പിന്നെ ജീവനേട്ടൻ്റെ ഫേവറേറ്റ് പേരയ്ക്ക. ഈ സാധനം വാങ്ങിയിട്ട് എപ്പോഴും ഞങ്ങൾ അടിയാണ്, നീ പൊളിക്കൂ ഞാൻ പൊളിക്കൂ എന്ന് പറഞ്ഞിട്ട്. എനിവേ സാധനമൊക്കെ വാങ്ങി വന്നപ്പോൾ നല്ല തിരക്കുണ്ടായിരുന്നു. ഈ തിക്കിലും തിരക്കിലൊക്കെ നിന്ന് ബില്ല് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് ബോധം വന്നത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 സാധനം വാങ്ങിച്ചില്ല. പാൽക്കപ്പ ഉണ്ടാക്കാനുള്ള കപ്പയും തേങ്ങയും. അതും കൂടെ വാങ്ങി ബില്ല് ചെയ്തപ്പോഴത്തേക്കും ജീവനേട്ടൻ വന്നു. ജീവനേട്ടനെ കണ്ട പിന്നെ എനിക്ക് വിശപ്പ് വരുമല്ലോ. അങ്ങനെ ഞങ്ങൾ നേരെ ഫുഡ് കഴിക്കാൻ പോയി കഴിഞ്ഞാൽ ചായ അത് മസ്റ്റാണ്, വേണമെങ്കിലും വേണ്ടെങ്കിലും. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഓർഡർ ചെയ്ത പാൽക്കപ്പ ആൻഡ് കൊത്ത് നൂൽപുട്ട് വന്നു. ഈ സാധനം നിങ്ങൾ കഴിച്ചിട്ടുണ്ടോ? കഴിച്ചിട്ടില്ലെങ്കിൽ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നമ്മുടെ നൂൽപുട്ടിൽ കൊത്തു പൊറോട്ടയൊക്കെ പോലെ അത് കൊത്തിയിട്ട് ചിക്കനൊക്കെ ഇട്ടിട്ടുള്ള സാധനമാണ്. മസ്റ്റ് ട്രൈ ആണ്, അടിപൊളി.